19/2/2024 മുതൽ ശ്രീകണ്ഠാപുരം ഏരിയയിൽ മരം ലോഡിംഗ് തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തിയിരുന്നു. ഈ സമരം ഏതാനും തൊഴിലാളി നേതാക്കളുടെ അപക്വമായ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടായതാണെന്നും ഒരു അനാവശ്യ സമരമാണെന്നും ലോഡിംഗ് തൊഴിലാളികൾക്കിടയിൽ തന്നെ അടക്കം പറച്ചിൽ തുടങ്ങിയതോടെയാണ് ഇത് ഉടമകളുടെ ധാർഷ്ട്യമാണെന്ന കള്ളപ്രചരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ടിമ്പർ മർച്ചന്റ് അസോസിയേഷൻ ശ്രീകണ്ഠാപുരം മേഖലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നിവിടെ ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കാനുണ്ടായ കാരണം, കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നിങ്ങളുടെ മുമ്പാകെ നമ്മുടെ ഈ ഒരു വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധിയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കേണ്ടത്. കാരണം ഈ മേഖലയിൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ ധാർഷ്ട്യത്തോടുകൂടി, അതായത് ഒരു തൊഴിൽ സംഘടന പാലിക്കേണ്ട ഒരു മര്യാദ പോലും പാലിക്കാതെ ഒരു അർദ്ധരാത്രി അനിശ്ചിത കാലത്തേക്ക് ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ CIT സംഘടനകൾ ചേർത്ത് സമരം പ്രഖ്യാപിക്കുകയാണ്. അത് തീർത്തും ധിക്കാരപരമാണ്, നീതീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇവിടെയുള്ള അനേകം വ്യാപാരികളെയും അതുപോലെ സാധാരണ ജനങ്ങളെയും കർഷകരെയും വ്യവസായശാലകളെയും ഈ മേഖല ഒന്നാകെ പ്രതിസന്ധിയിൽ ആട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടു, വ്യാപാരികൾ ഈ മരമേഖല തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, പ്രതിസന്ധിയിലാക്കുന്നു. മര ഉടമകളുടെ ധിക്കാരപരമായ സമീപനം മൂലം തൊഴിലാളികൾ പട്ടികയിലാണ്. പല നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് റേഡിയോയുടെ നേതാക്കൾ ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വ്യാപാര സംഘടനയും തൊഴിൽ സംഘടനകളും ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാലോചിതമായിട്ട് കൂലിവർദ്ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് സംഘടനയുടെ നേതാക്കൾ ആ കൂലിവർദ്ധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം സാധാരണഗതിയിൽ എഗ്രിമെന്റ് വെക്കാറുണ്ട്. ആ എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഇന്നലെയുള്ള നേതാക്കൾ, ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്താണ് പ്രസ്താവിച്ചിട്ടുള്ളത്? 3 വർഷമായിട്ട് തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ്. പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഘട്ടത്തില് ഒരു ട്രേഡ് യൂണിയന്റെ സാമാന്യ മര്യാദ പോലും പാലിക്കാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ധിക്കാരപരമായ ഒരു സമരമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ കൂലി കൊടുക്കാത്തവരല്ല. ഈ മരമേഖലയിൽ മരം മുറിക്കുന്നവര്, മരം കടത്തുന്നവരൊക്കെ നൂറുകണക്കായ തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ ന്യായമായ കൂലി കൊടുക്കുന്നവർ, അന്യായമായ കൂലി വാങ്ങുന്നവരാണ് ട്രേഡ് യൂണിയൻ രംഗത്തുള്ള ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ. ആര് മരം മുറിച്ചാലും, ആര് കൃഷിക്കാരെ സ്വന്തമായി മുറിച്ചാലും അത് കയറ്റാനുള്ള കുത്തകാവകാശം ഈ ട്രേഡ് യൂണിയനുകൾക്കുള്ളത്. ആ കുത്തകാവകാശം ഉള്ളിടത്തോളം കാലം ഒരു സാമാന്യ മര്യാദ, ട്രേഡ് യൂണിയൻ മര്യാദ പാലിക്കാൻ യൂണിയനുകൾക്ക് ബാധ്യതയുണ്ട്. എന്താണ് പറഞ്ഞത്? 2 വർഷമായി കൂലി പുതുക്കിക്കൊടുത്ത് ഇപ്പോൾ ഈ 2024 ഫെബ്രുവരിയിൽ പുതുക്കേണ്ട കൂലിക്ക് 3 വർഷമായി കൂലിയില്ല.